നമ്മൾ ഇന്ന് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവ ആണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടോപ്പിക്. ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവ. ഓപ്പറേറ്റേഴ്സ് ആർ ദ സിംബൽസ് that decide what operation is to be performed. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഓപ്പറേറ്റർ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്ത് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു സിംബലിനെയാണ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് നമ്മുടെ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. പല നമ്പേഴ്സ് 5 and 6. ഓക്കെ, 5 6 ആണ്. നമുക്ക് ഈ രണ്ട് സിംബലിനിടയ്ക്ക് നമ്മൾ പ്ലസ് എന്നൊരു സിംബൽ യൂസ് ചെയ്താൽ ഈ രണ്ട് നമ്പറിനിടയ്ക്ക് നമ്മൾ പ്ലസ് എന്നൊരു സിംബൽ യൂസ് ചെയ്താൽ we have to have 5 and 6. പകരം ഈ സിംബലിന് പകരം നമ്മൾ ആസ്പെക്ട്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് we have to multiply. Okay, if you are using this symbol and meaning 5നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ഈ 5നും 6നും ഇടയ്ക്കുള്ള ആ സിംബൽ കാണുമ്പോഴാണ് നമുക്ക് തീരുമാനം എടുക്കാമെന്ന്. ഈ ഓപ്പറേഷൻ ഒരു ഡിവിഷൻ ഓപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ ഇതൊരു അഡീഷൻ ആണ്, അല്ലെങ്കിൽ ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ന് പറയുന്നത് ആ രണ്ട് നമ്പറിനിടയ്ക്കുള്ള രണ്ട് വാല്യൂസിനിടയ്ക്കുള്ള ആ സിംബലിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. അങ്ങനെ ഏത് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത് ആ ഓപ്പറേഷനെ ഡിസൈഡ് ചെയ്യുന്ന സിംബലിനെയാണ് നമുക്ക് എന്ത് വിളിക്കാം, ഓപ്പറേറ്റർ എന്ന് വിളിക്കാം. ഓപ്പറേറ്റർ ഇസ് എ സിംബൽ ദാറ്റ് ഡിസൈഡ് വാട്ട് ഓപ്പറേഷൻ ഈസ് ടു ബി പെർഫോംഡ്. എന്ത് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന സിംബലിനെയാണ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ജാവയിൽ സാധാരണ പ്രധാനമായും താരതമ്യം 8 തരം ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഒന്നാമത്തെ ഓപ്പറേറ്റർ അരിത്മെറ്റിക് ഓപ്പറേറ്റർ, സെക്കൻഡ് വൺ ഈസ് റിലേഷണൽ ഓപ്പറേറ്റർ, തേർഡ് വൺ ഈസ് ലോജിക്കൽ ഓപ്പറേറ്റർ, ഫോർത്ത് വൺ ഈസ് അസൈൻമെന്റ് ഓപ്പറേറ്റർ, ഫിഫ്ത് വൺ ഈസ് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ, സിക്സ് വൺ ഈസ് കണ്ടീഷണൽ ഓപ്പറേറ്റർ, 7 ന്യൂ എന്ന് വിളിക്കുന്ന ഒരു പുതിയ ഓപ്പറേറ്റർ ഉണ്ട്. ലാസ്റ്റ് വൺ ആൻഡ് 8 വൺ ഈസ് ഇൻസ്റ്റൻസ് ഓഫ് എന്ന പേരുള്ള എട്ടാമത്തെ ഒരു ഓപ്പറേറ്റർ. ഇങ്ങനെ ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ് ജാവ പ്രധാനമായും സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് പുറമെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്, സിയിൽ നമ്മൾ പഠിച്ച ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിലുള്ള ഓപ്പറേറ്റേഴ്സ് ജാവ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രധാനമായും ജാവ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്, കണ്ടീഷൻ ഓപ്പറേറ്റേഴ്സ്, ന്യൂ ഓപ്പറേറ്റർ ആൻഡ് ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ. അപ്പോൾ ഓപ്പറേറ്റർ is a symbol that decide what operation is to be performed. Okay, in Java the different operators supported by Java are arithmetic operator, relational operators, logical operators, assignment operators, increment or decrement operators, condition operators, new operator and instance of operator. ഇത്രയാണ് ജാവ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ കാറ്റഗറി ഓപ്പറേറ്ററായ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു പെർഫോം അരിത്മെറ്റിക് ഓപ്പറേഷൻസ് such as addition, subtraction, multiplication and division. Basically arithmetic operators are used to perform arithmetic operations. Okay, സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്? ജാവയിൽ സാധാരണ യൂസ് ചെയ്യുന്നത് 5 അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. ഒന്നാമത് പ്ലസ്, that is used for addition, minus for subtraction, asterisk ഈ ഓപ്പറേറ്ററിന്റെ asterisk എന്നാണ്, asterisk for multiplication, slash for division and modulus ഇത് percentage അല്ല, ഇതിനെ percentage വിളിക്കുന്ന പ്രോഗ്രാമിംഗ് it is called modulus. Modulus for getting the remainder after integer division. Modulus ഓപ്പറേറ്റർ ഉദ്ദേശം to get the remainder after integer division. ഒരു ഇന്റിജറിനെ മറ്റൊരു ഇന്റിജറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഒരു ഇന്റിജർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, normally when we divide 5 by 2, 5 എന്നുള്ളത് ഒരു ഇന്റിജർ ആണ്, 2 എന്നുള്ള മറ്റൊരു ഇന്റിജർ ആണ്. When we are dividing 5 by 2 we get 2. We don't get 2.5. നമുക്ക് 2.5 അല്ല കിട്ടുന്നത്, പകരം നമുക്ക് കിട്ടുന്നത് 2 ആണ്. കാരണം ഒരു ഇന്റിജറിനെ മറ്റൊരു ഇന്റിജറോട് ഡിവൈഡ് ചെയ്താൽ നോർമലി in Java we are getting another integer. Okay, so അങ്ങനെയുള്ള ഒരു റിമൈൻഡർ ഉണ്ടായിരിക്കും അല്ലേ. 5-നകത്ത് 2 തവണയുണ്ട്, ബാക്കി ഒരു റിമൈൻഡർ ഉണ്ട്. ആ റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ളതാണ് ഈ മോഡുലസ് എന്ന് വിളിക്കുന്ന ഈ ഓപ്പറേറ്റർ ഉദ്ദേശിച്ചത്. This represents normally is represented by percentage symbol is called modulus. Modulus is used for getting the remainder after integer division. For example, നമ്മൾ 5 മോഡുലസ് കിട്ടുന്നത് 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? That is 1. അതായത് ആൻസർ. Okay, so modulus is the fifth one. That is in the case of arithmetic operators we have plus for addition, minus for subtraction, asterisk for multiplication, slash for division and modulus for getting the remainder after integer division. That means when we are dividing an integer by another we get a whole number as the result, and there will be a remainder that remainder can be obtained using the
ഇതാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവ. അടുത്ത കാറ്റഗറി ഓപ്പറേറ്റേഴ്സ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. Basically, relational operators are used for the comparison. They have to check the relationship between two values. Okay, whether a is greater than b, whether a is less than b, or what are saying. You know, the relationship, the comparisons in the relational operators are using. Okay, സാധാരണയായി നമ്മൾ ജാവ യൂസ് ചെയ്യുന്ന ആറ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് ലെസ് ദാൻ, സെക്കൻഡ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഈക്വൽ ടു, ഇങ്ങനെ എഴുതാം. ലെസ് ദാൻ സിമ്പൽ എഴുതിയ ശേഷം ഈക്വൽ സിമ്പൽ എഴുതാം. നമ്മൾ മാത്തമാറ്റിക്സ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒന്നും എഴുതാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് റോങ്. സോ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു എന്ന പ്രത്യേകത ഒരു ഈക്വൽ എല്ലാം രണ്ട് ഈക്വൽ സിമ്പലാണ് യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു ആൻഡ് നോട്ട് ഈക്വൽ ടു. It first checks whether a is less than. Suppose we are having two variables a and b. But രണ്ട് variable ഉണ്ടെങ്കിൽ, if you are writing a less than b, that doesn't mean that a is less than b. That checks whether a is less than b. That's a question. Okay. ഇതൊരിക്കലും a b യേക്കാൾ ചെറുതാണ് എന്നല്ല പറയുന്നത്. ഇങ്ങനൊരു കാര്യം കണ്ടതിനകത്ത് we are checking whether a is less than b. a b യേക്കാൾ ചെറുതാണോ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ആൻസർ കിട്ടും. It can be either true or false. Okay. ഈ റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്താൽ നമുക്ക് ഒരു ട്രൂ എന്നോ അല്ലെങ്കിൽ ഫോൾസ് എന്നോ ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. സോ a less than b means it checks whether a is less than b, and a greater than b എന്ന് ഉദ്ദേശിക്കുന്നത് it checks whether a is greater than b. That doesn't say that a is greater than b. It checks whether a is greater than b. So എപ്പോഴാണ് ഇത് ചെയ്യുന്നത് നമുക്ക് എന്ത് കിട്ടും? You will get a result which can be either true or false. Okay. A less than a greater than b. Next, a less than or equal to b, a greater than or equal to b. If you want to compare whether two numbers or two variables are same, you can check a equal to b. That checks whether a is equal to b. A b equal ആണോ എന്ന ക്വസ്റ്റ്യൻ ആണ് a equal to b കൊണ്ട് ഉദ്ദേശിക്കുന്നത്. A not equal to b, that means we are checking whether a is not equal to b. Not equal to നമ്മൾ മാത്തമാറ്റിക്സ് സാധാരണ യൂസ് ചെയ്യുന്നത് സ്ട്രൈക്ക് ചെയ്യുകയാണ്. പക്ഷേ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റില്ല. നോട്ട് ഈക്വൽ എക്സ്ക്ലമേഷൻ സിമ്പലിന് ശേഷം ഈക്വൽ എഴുതുമ്പോഴാണ് നോട്ട് ഈക്വൽ ആകുന്നത്. Okay, these are relational operators. They are used for comparison. Okay. Okay. So, ഈ അടുത്ത മൂന്നാമത്തെ കാറ്റഗറി ഓപ്പറേറ്റർ ആണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. എന്താണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു പെർഫോം മോർ ദാൻ വൺ കമ്പാരിസൺസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. ഒരേ സമയം തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ കമ്പാരിസൺ ഒരേ സമയം തന്നെ ചെയ്യേണ്ട സാഹചര്യം വന്നാൽ, ഫോർ എക്സാമ്പിൾ, ഇഫ് വി ഹാവ് ത്രീ വേരിയബിൾസ് എ ബി ആൻഡ് സി, നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുന്നത് എ ഈസ് ദ ലാർജസ്റ്റ്? വി ക്യാൻ സേ എ ഈസ് ലാർജസ്റ്റ് when a is greater than b and a is greater than c. If both the conditions are satisfied, we can say that a is the largest. So here we have to do more than one comparison in a single step. We have to check whether a is greater than b and a greater than c. So if you have to combine more than one comparisons in a single step, you can use the logical operators. Okay, basically there are three types of logical operators supported by Java. They are and, or, and not. And is represented using two ampersand symbol. Is the ampersand എന്നാണ് വിളിക്കുന്നത്. And is represented using two ampersand, or is represented using two pipes, and not is represented using exclamation. So logical operators എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റെപ്പ് ഒരു പ്രോഗ്രാമിൽ ഒരേ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ കമ്പാരിസൺസ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ആ സമയത്താണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി മൂന്ന് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് ജാവ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലോജിക്കൽ ആൻഡ്, ഇറ്റ് ഈസ് റെപ്രസെന്റഡ് യൂസിംഗ് ടു ആംപർസാൻഡ് സിംബൽസ്. സെക്കൻഡ് വൺ ഈസ് ലോജിക്കൽ ഓർ, ഇറ്റ് ഈസ് റെപ്രസെന്റഡ് യൂസിംഗ് ടു പൈപ്പ് സിംബൽസ്. ഈ സിംബൽ വിളിക്കുന്നത് പൈപ്പ് എന്നാണ്. If you are using two pipes, we can call it as logical OR. If you are using two ampersands, it is called logical AND. And not is represented using exclamation. These are logical operators. Okay. So the next category of operator is assignment operator. Assignment operator എന്ന് പറയുന്നത് നാലാമത്തെ കാറ്റഗറി ഓപ്പറേറ്റർ ആണ് ജാവ പ്രൊവൈഡ് ചെയ്യുന്ന നാലാമത്തെ ഓപ്പറേറ്റർ ആണ് അസൈൻമെന്റ്. Okay. എന്താണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ? Assignment operator is represented using the symbol equal. We need only one equal symbol that represents the assignment operator.
Assignment operator is represented using the symbol equals. What is the purpose of assignment operator? Assignment operator assigns the value on the right side to a variable on the left side. Suppose we are having a is equal to 5. A is equal to 5. For example, we are having a is equal to 5. The meaning a means തുല്യമാണ് എന്നല്ല. That means we are assigning the value of 5 to the variable a. ഇവിടെ a എന്നുള്ള വേരിയബിളിന് 5 എന്നുള്ള ഒരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. This is assignment operator. Suppose we are having equation s is equal to a plus b. That means first you have to find the sum of a and b, and the result should be stored in a variable called s. Okay. അതായത് റൈറ്റ് സൈഡ് കിടക്കുന്ന ഈ ഈക്വൽസ് ഇവിടെ റൈറ്റ് സൈഡ് കിടക്കുന്ന വാല്യൂ എന്താണോ ഇത് ലെഫ്റ്റ് സൈഡ് ആണ്, ഇത് റൈറ്റ് സൈഡ് ആണ്. ഓക്കെ, റൈറ്റ് സൈഡ് കിടക്കുന്ന വാല്യൂ എന്താണോ ആ വാല്യൂവിനെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഡ്യൂട്ടി. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് യൂസിങ് സിംഗിൾ ഈക്വൽ. Okay, so the next category or the next type of operator is increment or decrement operator. Increment or decrement operator. Okay. Increment operator is represented using the symbol plus plus, and decrement operator is represented using the symbol minus minus. Increment operator is used to increment the value of a variable by 1, and decrement operator is used to decrement the value of a variable by 1. ഒരു വേരിയബിളിന്റെ വാല്യൂ ഒന്ന് കൂട്ടാനോ അല്ലെങ്കിൽ ഒരു വേരിയബിളിന്റെ വാല്യൂ ഒന്ന് കുറയ്ക്കാനോ ആണ് increment operator decrement operator യൂസ് ചെയ്യുന്നത്. സാധാരണയായി നമ്മൾ increment operatorനെ വേരിയബിൾ a ആണെങ്കിൽ a plus plus എന്നും നമുക്ക് decrement operatorനെ a minus minus എഴുതാം. ഇതിനെ മറ്റൊരു ഫോർമാറ്റ് എഴുതാം, പ്ലസ് പ്ലസ് ആയിട്ട് എഴുതാം, മൈനസ് മൈനസ്. ഓക്കെ, ഇവിടെ പ്രത്യേകത ഇവിടെ ഓപ്പറേറ്റർ is placed after the variable. Here the operator is placed before the variable. So this is called postfix representation. This is called postfix representation and this is called prefix representation. Here the operator is fixed after the variable. So it is called postfix. Okay, operator fix ചെയ്തിരിക്കുന്നത് എവിടെയാണ്? വേരിയബിളിന് ശേഷം. അതുകൊണ്ടാണ് postfix എന്നും. ഇവിടെ ഓപ്പറേറ്റർ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ വേരിയബിളിന് മുൻപിലാണ് ഇരിക്കുന്നത്. So it is called prefix എന്നും പറയും. അതുകൊണ്ട് ഇതുപോലെ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ നമ്മൾ പോസ്റ്റ്ഫിക്സ് ഫോം കൊണ്ട് പ്രിഫിക്സ് ഫോം. ഓക്കെ, സോ ഇതിന്റെ പ്രത്യേകത a is a plus plus എന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇങ്ങനെയാണ് a plus plus represent a is equal to a plus. ഇതിന് അനലോഗസ് ആയിട്ട് നമുക്ക് പറയാം a plus plus ന്റെ മീനിംഗ് ഇതാണ്, a യുടെ വാല്യൂ ഒപ്പം കൂട്ടുക, ആ കിട്ടുന്ന വാല്യൂ ഉണ്ടോ അത് a യുടെ സ്റ്റോർ ചെയ്യുക. ദാറ്റ് മീൻസ് a യുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ a plus plus means increment the value of a by 1. Plus plus is the same, increment the value of a by 1. പക്ഷേ രണ്ട് രീതിയിലാണ് വിളിക്കുന്നത്. a plus plus means postfix and plus plus means prefix. Okay, ഇതാണ് അഞ്ചാമത്തെ ഓപ്പറേറ്റർ, increment or decrement operator. Increment operator is represented using the symbol plus plus and decrement operator is represented using the symbol minus minus. Increment operator is used to increment the value of a variable by 1 and decrement operator is used to decrement the value of a variable by 1. We can have two representations of these operators. Either we can fix the operator before the variable or we can fix the operator after the variable. If you are fixing the operator before the variable, it is called prefix representation. If you are fixing the operator after the variable, it is called postfix representation. Okay, ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് ഓപ്പറേറ്ററെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. So the next category of operator is conditional operator. Conditional operator സാധാരണയായി is represented using a question mark with a full colon. ഈ ഓപ്പറേറ്റർ പ്രത്യേകത it is represented using a question mark with a full colon. എങ്ങനെയാണ് ഈ ഓപ്പറേറ്റർ? So let's have a syntax. Condition
full colon, then the statement or expression, statement 1, then full colon, statement. For example, suppose A is greater than B, question mark, S is equal to A plus B, full colon, S is equal to A minus B. So, S is equal to A minus B, and if it is wrong, that will be B minus B. Then the first checks whether the value of A is greater than B. A B യേക്കാൾ വലുതാണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് 2 ആക്കിയതില്ല, ഇത് സ്കിപ്പ് ചെയ്യും. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയ സ്റ്റേറ്റ്മെന്റ് 1 സ്കിപ്പ് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് 2 ആക്കി എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് കണ്ടീഷൻ ഓപ്പറേറ്റർ വർക്ക്. ഈ ഫസ്റ്റ് ചെക്ക് whether a condition is true or false. If the condition is true, statement 1 will be executed. If the condition is false, statement 2 will be executed. Clear on all that? Condition operator here it is represented using the symbol question mark with a full colon. The syntax is condition question mark, then statement 1 full colon statement 2. Here we first check whether the condition is true or false. If the condition is true, statement 1 will be executed, and if the condition is false, statement 2 will be executed. Okay, condition 1 condition 2 ആണെങ്കിൽ statement 1 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്, condition false ആണെങ്കിൽ statement 2 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് A greater than B, question mark S is equal to A minus B, full colon S is equal to B minus A എന്ന് എഴുതിയാൽ suppose A യുടെ value 10, B യുടെ value 5 ആണെങ്കിൽ first checks whether 10 is greater than 5. Yes, it is true. So you can execute the first statement. The then തിരിച്ചറിയുന്നത് B യിൽ നിന്നായിരിക്കും A value. For example, let it be 10 and then it is B is 6. Okay, first it checks whether A is greater than B. Yeah, 10 is greater than 6. Condition is true, so it will check S is equal to A minus B. A minus B, 10 minus B is in the value 4. Okay, so A 10 will be 16 ആണെന്നുണ്ട്. ഇത് A greater than B. ഈ condition false ആണ്. നേരെ statement 2 ൽ വരും. അത് S is equal to B minus A ചെയ്യും. B minus A means 16 minus 10, that is 6. This is the condition. So നമ്മൾ ഓൾറെഡി 6 ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു. ഒന്ന് അരിത്മെറ്റിക് ഓപ്പറേറ്റർ, അത് ചെയ്യുന്ന അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആയ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പോലുള്ള ഓപ്പറേഷൻ ആണ്. അഡീഷൻ സപ്പോർട്ട് ചെയ്യാൻ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററും, സബ്ട്രാക്ഷൻ വേണ്ടി മൈനസും, മൾട്ടിപ്ലിക്കേഷൻ വേണ്ടി ആസ്ട്രിക്സും, ഡിവിഷന് വേണ്ടി സ്ലാഷും, ഒരു എക്സ്ട്രാ ഓപ്പറേറ്റർ മോഡുലസ് ഫോർ ഗെറ്റിംഗ് ദ റിമൈൻഡർ ആഫ്റ്റർ ഇന്റിജർ ഡിവിഷൻ. രണ്ടാമത് ചോദിച്ച റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ആണ്. എപ്പോഴും കമ്പാരിസൺ ഓപ്പറേഷൻസ് ചെയ്യേണ്ട സാഹചര്യങ്ങളിലാണ് റിലേഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. 6 റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ആണ് ജാവ സപ്പോർട്ട് ചെയ്യുന്നത്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഈക്വൽ ടു ആൻഡ് നോട്ട് ഈക്വൽ ടു. ഓക്കെ, ദെൻ അതിനെ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വിളിച്ചു. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എപ്പോഴെങ്കിലും ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ കമ്പാരിസൺ ചെയ്യേണ്ട സാഹചര്യത്തിലാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട് ആണ്. ആൻഡ് റെപ്രസെന്റ് 2 ആമ്പർസാൻഡ് ഉപയോഗിച്ച്, ഓർ റെപ്രസെന്റ് 2 പൈപ്പ് സിമ്പിൾ ഉപയോഗിച്ച്, നോട്ട് റെപ്രസെന്റ് എക്സ്പ്ലനേഷൻ ഉപയോഗിച്ച്. നാലാമത്തെ ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാനാണ്. It's represented using the symbol equal and it assigns the value on the right side to a variable on the left side. അതാണ് അസൈൻമെന്റ്. അഞ്ചാമത് നമ്മൾ ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ പഠിച്ചു. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ they are represented using the symbol plus plus and minus minus. Increment operator is used to increment the value of a variable by 1 and decrement operator is used to decrement the value of a variable by 1. Okay, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് ഇതൊക്കെയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പറഞ്ഞു 2 രീതിയിൽ നമുക്ക് ഇൻക്രിമെന്റ് ഓപ്പറേറ്ററിനെ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് പ്രിഫിക്സ് റെപ്രസെന്റേഷനും രണ്ടാമത്തെ പോസ്റ്റ്ഫിക്സ് റെപ്രസെന്റേഷൻ ആണ്. എപ്പോഴെങ്കിലും ഓപ്പറേറ്റർ വേരിയബിൾ മുൻപിൽ എഴുതുകയാണെങ്കിൽ അത് പ്രിഫിക്സ് എന്നും, അതിനുശേഷമാണ് എഴുതുന്നത് വേരിയബിൾ ശേഷമാണ് ഓപ്പറേറ്റർ ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അതിനെ പോസ്റ്റ്ഫിക്സ് എന്ന് പറയും. ഓക്കെ, ആറാമത്തെ ഓപ്പറേറ്റർ കണ്ടീഷൻ ഓപ്പറേറ്റർ ആണ്. അത് റെപ്രസെന്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഒരു ഫുൾ കോളം ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെ സിന്റാക്സ് കണ്ടീഷൻ, ഫുൾ കോളം, സ്റ്റേറ്റ്മെന്റ് 1, ഫുൾ കോളം, സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, സ്റ്റേറ്റ്മെന്റ് 1, ഫുൾ കോളം, സ്റ്റേറ്റ്മെന്റ് 2 ആണ്. ഇവിടെ ആദ്യം കണ്ടീഷൻ 2 ആണോ ഈ കണ്ടീഷൻ 2 ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യത്തില്ല, സ്കിപ്പ് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ സംഭവിക്കും നേരെ സ്റ്റേറ്റ്മെന്റ് 2 ലേക്ക് പോകുന്നത് ആഫ്റ്റർ സ്കിപ്പിംഗ് ദ സ്റ്റേറ്റ്മെന്റ് 1. ഓക്കെ, ഇതാണ്